ഒരുപാട് എൻട്രൻസുകളൊക്കെ എഴുതുന്ന ഒരു കാലഘട്ടമാണിത്. മിക്കവാറും എല്ലാ കുട്ടികളും എൻട്രൻസ് എഴുതാറുണ്ട്. ഇപ്പം ഒരു സബ്ജക്റ്റിൽ തന്നെ ഫോർ എക്സാമ്പിൾ ലോ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നതിന് അതിന് തന്നെ ക്ലാറ്റ്, ഐലറ്റ്, സ്ലാറ്റ്, ക്ലീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ എൻട്രൻസുകളുണ്ട്. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിയും അവരുടേതായ എൻട്രൻസ് ടെസ്റ്റുകൾ വെക്കുന്നുണ്ട്. മാനേജ്മെന്റ് സ്റ്റഡീസ് പഠിക്കാനായിട്ട് ചില ഇന്റഗ്രേറ്റഡ് കോഴ്സിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസുകൾ, അതുപോലെ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ റയർ ആയിട്ടുള്ള ചില കോഴ്സുകൾ ചില യൂണിവേഴ്സിറ്റീസ് മാത്രം നടത്തുന്നുണ്ട്. അപ്പൊ അവർ അവരുടേതായ ഒരു എൻട്രൻസ് നടത്താറുണ്ട്. അപ്പൊ എന്ത് തന്നെ ആയാലും മിക്കവാറും കോഴ്സിന്റെയും ഈ അപ്ലൈ ചെയ്യാനുള്ള വിൻഡോസ് ഓപ്പൺ ആവുക ഈ മാർച്ച് മാസത്തിലേക്കായിരിക്കും, ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്കും. ഇതിന്റെ ക്ലോസിംഗ് ടൈം മാർച്ച് അവസാനത്തോടു കൂടിയൊക്കെ വരുന്നതുണ്ട്. ചില കേസുകളിൽ നമ്മളുടെ അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട്, ചിലത് സമയം കഴിയുന്നതിനോട് അടുക്കുന്നു. അപ്പോൾ ഇപ്പൊ നമ്മുടെ കുട്ടികൾ പബ്ലിക് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പാരന്റ് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാതെ പാരന്റ് തന്നെ കുറച്ച് സമയം ഇരുന്ന് എന്തൊക്കെയാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് കോഴ്സിലേക്കാണ് എൻ്റെ കുട്ടിയെ വിടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി അതിന്റെ എൻട്രൻസുകൾ ഏതൊക്കെയാണെന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അതിന്റെ പ്രോസ്പെക്ടസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് വായിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മുടെ CUT പോലുള്ള എക്സാമുകൾക്കാണെങ്കിൽ പല യൂണിവേഴ്സിറ്റീസും സെയിം കോഴ്സ് കൊടുക്കും, പക്ഷെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വ്യത്യാസമായിരിക്കും. അപ്പൊ അവർ പറയുന്ന എക്സാമുകൾ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. പിന്നെ ചില സമയത്ത് അപ്പർ ഏജ് ലിമിറ്റ് ഇപ്പം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതെല്ലാ കോളേജുകളും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, ഐ മീൻ എല്ലാ യൂണിവേഴ്സിറ്റിയും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതിനനുസരിച്ചിട്ട് വളരെ കൃത്യമായിട്ട് സമയം എടുത്ത് വായിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ലാസ്റ്റ് ടൈമൊക്കെ ചില കുട്ടികൾ അപ്ലൈ ചെയ്യേണ്ട സമയം കഴിഞ്ഞിട്ട് അറിഞ്ഞവരുണ്ട്, ചെയ്തു പോയ മിസ്റ്റേക്ക് റിസൾട്ട് വന്നതിന് ശേഷം അറിഞ്ഞവരുണ്ട്. പിന്നെ ചില ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്ക് വന്നവരുണ്ട്. അപ്പൊ ഇതൊന്നും റെക്ടിഫൈ ചെയ്തില്ലെങ്കിൽ ഒരു കൊല്ലം നമ്മുടെ സ്പോയിലാവും. അതുകൊണ്ട് പാരന്റ് തന്നെ കുറച്ച് സമയം എടുത്ത്, ഇനി പാരന്റിന് അറിയില്ലെങ്കിൽ അടുത്ത ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അവരെയും കൂടി ചേർത്തിരുത്തി കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ എക്സാമിനൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നീതങ്ങാനം നേടിയില്ലെങ്കിലുണ്ടല്ലോ, ഒരു കൊല്ലങ്ങാനം കളഞ്ഞാലുണ്ടല്ലോ തുടങ്ങിയ ഭീഷണികളൊന്നും വേണ്ട. കുട്ടിയോടൊപ്പം തന്നെ മെന്റലി അവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റും, യു ക്യാൻ, അല്ലെങ്കിൽ തന്നെ ഞാനില്ലേ കൂടെ എന്നൊരു സപ്പോർട്ടോട് കൂടി ഇവരെ ഇത് എഴുതിക്കാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ഒരിക്കലും അവരെ സ്ട്രെസ്ഡ് ആക്കാതിരിക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.